ചേച്ചി നിങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ നിനക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരാം. അപ്പോൾ ചേച്ചി അടുക്കളയിലേക്ക് പോയി. നിങ്ങൾ ആ ഫുഡ് വരുന്നതും കാത്തു നിൽക്കുകയാണ്. 1 മണിക്കൂറായി, ഇപ്പം വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നേരം നിങ്ങൾ പറഞ്ഞു, ചേച്ചി അടുക്കളയിൽ കയറിയിട്ടുണ്ട്, ഇപ്പോൾ പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ഇപ്പം ഫുഡും കൊണ്ട് വരും, സ്പെഷ്യൽ ഫുഡാണെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, അവൾ അതിന് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുകയല്ല ചെയ്യുന്നത്, അവൾ മൊബൈലിൽ നിന്ന് റീല് കാണുകയാണ്. ചിലപ്പോൾ പാചകം ഏതാ കിടിലം ഫുഡ് എന്ന് അടിച്ചു നോക്കിയിട്ട് വെറുതെ അത് ഫുഡ് ഏതാ വെക്കേണ്ടത് നോക്കാൻ വേണ്ടി റീല് കാണാൻ കയറിയതായിരിക്കും. അപ്പോൾ അത് നോക്കി സമയം പോയി മറ്റുള്ള റീലിലേക്ക് കയറി. അപ്പോൾ ഫുഡ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ചേച്ചി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് എന്നെങ്ങനെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയാം. വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് കണ്ടാൽ മാത്രമേ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് പ്രസന്റ് മീൻസ് ഇപ്പോൾ, കണ്ടിന്യൂസ് മീൻസ് തുടരെ. ഇപ്പോൾ തുടരെ ചെയ്ത് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ മൊബൈൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ പറയാമെന്ന് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയാനും നിങ്ങൾ പഠിച്ചു. ഇനി ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയാമെന്നാണ് ഈ ഇംഗ്ലീഷിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ചെയ്യുകയാണ് മീൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. ചെയ്യുകയാണോ, ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി പഠിച്ചു. ചെയ്യുകയല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി പഠിച്ചു. ഈ മൂന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. വീഡിയോ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്, കാണാത്തവർ നിർബന്ധമായും കാണുക. ഇതിന് ശേഷം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചെയ്യുകയല്ല എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയാം. നമ്മൾ പൊതുവേ പറയാറ് ഐ, വി, യു, ദേ പ്ലൂരൽ വരുമ്പോൾ ഒരു ഫോം, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ മറ്റൊരു ഫോം എന്ന 2 ഫോമുകളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാറ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ വരുമ്പോൾ ഒരു ഫോം ആയിരിക്കും, യു, വി, ദേ പ്ലൂരൽ വരുമ്പോൾ ഒരു ഫോം, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ ഒരു ഫോം ആണെന്ന് മറ്റേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ മാത്രമേ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ ഐ വരുമ്പോൾ ആം വരും, പിന്നെ അതിനുശേഷം വേർബ് വരും, ദെൻ പ്ലസ് ING. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയില്ല, ഉറങ്ങുമ്പോൾ പറയാൻ കഴിയില്ലല്ലോ. ഐ ആം ഈറ്റിംഗ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഐ ആം ഈറ്റിംഗ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തിന്നുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയും? ഈ ആമിന് ശേഷം നോട്ട് ചേർത്താൽ ഐ ആം നോട്ട് ഈറ്റിംഗ്. ഇവിടെ വേർബ് വരും, ദെൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ING. ഈ ING വരുമ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ്. ING വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തുടരെ ചെയ്യുന്ന കാര്യമായിരിക്കും. ഐ ആം നോട്ട് ഈറ്റിംഗ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയല്ല. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തല വെച്ചത്. ടീച്ചർ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കൈ തലയിലേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടീച്ചർ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങുകയാണെന്ന്. അപ്പോൾ നീ ഉറങ്ങുകയല്ലേ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും എന്ത്? ടീച്ചർ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. ടീച്ചർ കണ്ടിന്യൂ ചെയ്തോ, ടീച്ചറുടെ ടീച്ചിങ് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയും? ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. പ്ലീസ് കണ്ടിന്യൂ യുവർ ടീച്ചിങ്. ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിന്റെ പേര് സെമികോളൻ എന്നാണ്. വ്യത്യസ്ത സെന്റൻസിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. പ്ലീസ് കണ്ടിന്യൂ യുവർ ടീച്ചിങ്. ഈ 2 സെന്റൻസിനെ ഒരുമിച്ച് കൂട്ടി എഴുതുന്ന ഒരു ലിങ്കാണ് ഒരു ബ്രിഡ്ജ് പോലെ. നമ്മൾ പാലമില്ലേ, ബ്രിഡ്ജ് മീൻസ് പാലം പോലെ പണിയെടുക്കുന്ന ഒരു സാധനമാണ് ഇത്. ഈ 2നെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഈ സെമികോളൻ. 2 വ്യത്യസ്ത സെന്റൻസിനെ ഒരുമിച്ച് കൂട്ടുന്നത്. ഇത് ഒന്ന് ഓർമ്മിച്ച് വെച്ചോ, എവിടെയെങ്കിലും ഉപകാരപ്പെടും. ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. പ്ലീസ് കണ്ടിന്യൂ, പ്ലീസ് തുടർന്നോളൂ. കണ്ടിന്യൂ മീൻസ് തുടർന്നോളൂ. കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ പഠിക്കുക, ഓർമ്മയില്ലേ? കണ്ടിന്യൂ, തുടർന്നു കൊണ്ടിരുന്നോളൂ. യുവർ ടീച്ചിങ്, യുവർ മീൻസ് നിങ്ങളുടെ ടീച്ചിങ് കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ വാതിൽ അടച്ചിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഉമ്മ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഉമ്മ മെല്ലനെ മോനെ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ചില നേരം ഞാൻ ക്ലാസ് എടുക്കാത്ത സമയത്താണെങ്കിൽ ഞാൻ പറയും, ഉമ്മ ഞാൻ ക്ലാസ് എടുക്കുകയല്ല ചെയ്യുന്നത്, ഉമ്മ വാ. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, ഉമ്മ വാ
ഉള്ളിലേക്ക് വാ. ഐ ആം നോട്ട് ടേക്കിംഗ്. ടേക്ക് മീൻസ് എടുക്കുക എന്നാണ് അർത്ഥം. എന്തെങ്കിലും എടുക്കുക, പ്ലീസ് ടേക്ക് ദാറ്റ്, അത് എടുക്ക് എന്നാണ്. ഐ ആം നോട്ട് ടേക്കിംഗ് ദ ക്ലാസ്. ഞാൻ ക്ലാസ് എടുക്കുകയല്ല ചെയ്യുന്നത്. പ്ലീസ് കം ഇൻസൈഡ്. അകത്തേക്ക് അമ്മ അകത്തേക്ക് വരൂ. ഇൻസൈഡ് മീൻസ് അകത്ത്, ഇൻസൈഡ്. ഔട്ട്സൈഡ് മീൻസ് പുറത്ത്. നിങ്ങളുടെ അനിയനോ അനിയത്തിയോ എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളെ വല്ലാതെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നെ വഴക്ക് പറയുന്നതല്ല, ഞാൻ ഇന്നെ ഉപദേശിക്കുന്നതാണ് എന്നെങ്ങനെ പറയും? ഞാൻ നിന്നെ വഴക്ക് പറയുകയല്ല. ഞാൻ സാധാരണ ചെറിയ സെന്റൻസ് ആണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് വലിയ സെന്റൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വേർഡ്സും ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെങ്ത് കൂടിയ എക്സാമ്പിൾസ് പറയുന്നത്. വഴക്ക് പറയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്കോൾഡ്. ഐ ആം നോട്ട് സ്കോൾഡിങ് യു. ഞാൻ വഴക്ക് പറയുകയല്ല ചെയ്യുന്നത്. ഐ ആം ജസ്റ്റ് അഡ്വൈസിങ് യു. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. ഞാൻ നിന്നെ ഒന്ന് ഉപദേശിക്കുകയാണ്. ഇനി അങ്ങനെ തെറ്റ് ചെയ്യരുത്, ഞാൻ നിന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. പോസിറ്റീവ് ഫോം ഇത് നെഗറ്റീവ്. ഐ ആം നോട്ട്, ഇത് ഐ ആം. ഐ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഐ ആം നെഗറ്റീവ് ഫോം ചെയ്യുകയല്ല എന്ന് പറയുന്നതിന് ഐ ആം നോട്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെയ്യുകയാണെങ്കിൽ ഐ ആം എന്നും, ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നതിന് ഐ ആം നോട്ട്. ഇനി യു വി ദേ പ്ലൂരൽ വരുമ്പോൾ എന്താണ് ചെയ്യുക? ഇനി യു വി ദേ പ്ലൂരൽ വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറയുകയാണ്, ചെയ്യുകയാണ് എന്ന് പറയാൻ ആറാണ് ഉപയോഗിച്ചിരുന്നത്. ആറ്, പിന്നെ വേർബ് ing. ഇനി ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ചെയ്യുകയല്ല, പറയുകയല്ല എന്ന് പറയാൻ ആറിന്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഈ പ്രൊനൗൺസ് വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പറയുകയല്ല, ചെയ്യുകയല്ല എന്ന് പറയാൻ ആർ നോട്ട് ഉപയോഗിച്ചതിന് ശേഷം വേർബ് പിന്നെ ing ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഫോം മനസ്സിലാക്കി വെക്കുക. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടി പോകുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എൻ്റെ കൂടെ വരണം, ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിത്തരാം. നിങ്ങൾ പറഞ്ഞു ഞാൻ വരുന്നില്ല അച്ഛൻ, എന്നെ കൂട്ടണ്ട, ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവുകയാണെന്ന് പറഞ്ഞിട്ടും അച്ഛൻ പറഞ്ഞു വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അച്ഛൻ ഏതെങ്കിലും അത്യാവശ്യമുള്ള സ്ഥലത്ത് പോയി പിന്നെ ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുന്നത് കാണുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ഐസ്ക്രീം പാർലർ കയറിയിട്ടും എൻജോയ് ചെയ്യുകയല്ല, ഈ മൊമെന്റ് ഈ നിമിഷം എൻജോയ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നീ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ എൻജോയ് ചെയ്യുകയല്ല ചെയ്യുന്നത്. എങ്ങനെ പറയും? യു ആർ നോട്ട് എൻജോയിങ്. നീ എൻജോയ് ചെയ്യുകയല്ല ചെയ്യുന്നത്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. യു ആർ തിങ്കിങ്. നീ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൌട്ട് മീൻസ് കുറിച്ച്. യുവർ ഫ്രണ്ട്സ്. നീ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു മകളുണ്ടായ ശേഷം അവൾക്ക് ഞാൻ ഒരുപാട് സാധനങ്ങളും കളിപ്പാട്ടങ്ങളായിട്ട് പോകുമ്പോൾ വൈഫ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, നീ ഇപ്പോൾ എനിക്ക് വേണ്ടിയല്ല പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, മകൾക്ക് വേണ്ടിയാണ് എന്നെങ്ങനെ പറയും? ചിലവഴിക്കുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡ് സ്പെൻഡ് പ്ലസ് ing, സ്പെൻഡിങ്. യു ആർ നോട്ട് സ്പെൻഡിങ് മണി. നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയല്ല, പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയല്ല ഓൺ മീ, എനിക്ക് എൻ്റെ വൈഫ് പറയുകയാണ് എനിക്ക് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയല്ല, ബട്ട് ഓൺ യുവർ ഡോട്ടർ. നിങ്ങളുടെ ഡോട്ടർ എന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടിയിട്ടാണ് പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. അവൾക്കൊരു പരാതി പോലെ പറയുന്നതാണ്. നിങ്ങളുടെ വീടിനടുത്ത് ചിലർ രാത്രിയിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് വീടുകളിലെ ആൾക്കാർ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് ഈ കാര്യം പറഞ്ഞു. ഒരു കംപ്ലൈന്റ് എഴുതി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞങ്ങളൊരു പരാതി പറയുകയല്ല, ഈ പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്, അല്ലാണ്ട് കംപ്ലൈന്റ് തരാൻ വന്നതല്ല. വി ആർ നോട്ട് കംപ്ലൈനിങ്. ഞങ്ങൾ പരാതി പറയുകയല്ല. വി ആർ ജസ്റ്റ് മേക്കിംഗ്. ഇവിടെ ജസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ചെറിയ രീതിയിൽ, വളരെ എളുപ്പത്തിൽ എന്നാണ് അർത്ഥം. വി ആർ ജസ്റ്റ് മേക്കിംഗ്. നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. യു നിങ്ങളെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവെയർ ഓഫ് ദ പ്രോബ്ലം. അവെയർ മീൻസ് ബോധവാനാക്കുക. ആ കാര്യം പോലീസുകാർക്ക് അറിയില്ലല്ലോ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് അറിയിച്ചിട്ട് അയാളെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ള ബോധവാനാക്കണ്ടേ. അവെയർ ഓഫ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തെ കുറിച്ച് ഒന്ന് ബോധവാനാക്കുക എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞങ്ങൾ പരാതി പറഞ്ഞു കൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ സൂംബ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, നല്ല ഡാൻസ്. അത് കാണുമ്പോൾ ഡാൻസ് കളിക്കുന്നത് പോലെ ആയിരിക്കും തോന്നുക. അപ്പോൾ നല്ല ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾ എക്സസൈസ് ചെയ്യുകയാണ്. വി ആർ നോട്ട് ഡാൻസിങ്. ഞങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. വി ആർ ജസ്റ്റ് എക്സസൈസിങ്. ഇവിടെ ജസ്റ്റ് എന്ന വാക്കിനർത്ഥം ഓൺലി എന്നാണ്. ഞങ്ങൾ എക്സസൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. വി ആർ ജസ്റ്റ് എക്സസൈസിങ്. നിങ്ങളുടെ കൂട്ടുകാർ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഒരുപാട് സമയമായിട്ടും പുറത്തേക്ക് വരുന്നില്ല. അവർ ബിൽ കൗണ്ടറിന്റെ അടുത്ത് നിന്ന് എന്തോ ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് അവർ വില പേശുകയാണോ? അപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവർ വില പേശിക്കൊണ്ടിരിക്കുകയല്ല, ആ ഡ്രസ്സിന്റെ യഥാർത്ഥ വിലയെ കുറിച്ചിട്ട് അവർ സംസാരിക്കുകയാണ്. ദേ ആർ നോട്ട് ബാർഗെയിനിങ്. ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ വില പേശുക. ദേ ആർ നോട്ട് ബാർഗെയിൻ, അവർ വില പേശിക്കൊണ്ടിരിക്കുകയല്ല. ദേ ആർ ആസ്കിങ്, അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോർ ദ എക്സാക്ട് പ്രൈസ്. എക്സാക്ട് പ്രൈസ്, യഥാർത്ഥ വിലയെക്കുറിച്ച് അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓഫ് ദ ക്ലോത്ത്, ആ ഡ്രസ്സിന്റെ യഥാർത്ഥ വിലയെക്കുറിച്ച് അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ബാർഗെയിനിങ്, അവർ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഒരു മാവിന്റെ അടുത്ത് നിന്നിട്ട് ചിലർ നീളമുള്ള വടി ഉപയോഗിച്ചിട്ട് എന്തോ ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഒരാളോട് ചോദിച്ചു അവർ എന്താണ് ചെയ്യുന്നത്? അവർ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അവർ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയല്ല, അവർ നീളമുള്ള വടി ഉപയോഗിച്ച് ഇലക്ട്രിക് പോസ്റ്റിന് വടിയെടുത്ത് അടിക്കുകയാണ് കറണ്ട് വരാൻ വേണ്ടിയിട്ട്. അവർ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയും? ദേ ആർ നോട്ട് പിക്കിംഗ് മാംഗോസ്. പിക്ക് എന്ന വാക്കിനർത്ഥം പറിക്കുക, പെറുക്കിയെടുക്കുക, ശേഖരിക്കുക എന്നൊക്കെയാണ് പിക്ക് എന്ന വാക്കിനർത്ഥം. പിക്കിംഗ്. ദേ ആർ നോട്ട് പിക്കിംഗ്, അവർ പറിച്ചു കൊണ്ടിരിക്കുകയല്ല. മാംഗോസ്, മാംഗോസ് പറിച്ചു കൊണ്ടിരിക്കുകയല്ല. ദേ ആർ ഹിറ്റിംഗ്, അവർ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹിറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക. ദ ഇലക്ട്രിക് പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റിന് അടിച്ചു കൊണ്ടിരിക്കുകയാണ്. ടു ഗെറ്റ് പവർ. ടു ഗെറ്റ്, ഗെറ്റ് എന്ന വാക്കിനർത്ഥം ലഭിക്കുക. ടു ഗെറ്റ്, ലഭിക്കാൻ വേണ്ടിയിട്ട്. പവർ, ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാലും പവർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. പവറാണ് കൂടുതൽ ബെറ്റർ. ഇംഗ്ലീഷിൽ കറണ്ടിന് പകരം കറണ്ട് എന്ന വാക്കിന് ഉപയോഗിക്കുന്നത് പവർ എന്നാണ്. അപ്പോൾ ദേ ആർ നോട്ട് പിക്കിംഗ് മാംഗോസ്, അവർ മാങ്ങ പറിച്ചു കൊണ്ടിരിക്കുകയല്ല. നിങ്ങളുടെ വീടിനടുത്ത് നിന്ന് കുറച്ച് കുട്ടികൾ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു അവർ വിസിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന്. കൂവി വിളിക്കാൻ വേണ്ടിയിട്ട് വിസിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അവർ വിസിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് നിങ്ങൾ അച്ഛൻ പറഞ്ഞ അവർ വിസിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അവർ എന്തോ നിലവിളിക്കുകയാണ്, എന്തോ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, അവർ നിലവിളിച്ച് കരയുകയാണ്. ദേ ആർ നോട്ട് പ്രാക്ടീസിങ്, അവർ പരിശ്രമിക്കുകയല്ല, പ്രാക്ടീസ് ചെയ്യുകയല്ല. വിസിലിംഗ്, വിസിൽ എന്ന് പറഞ്ഞാൽ വിസിലില്ലേ നമ്മളെ ചൂളമടി. ദേ ആർ നോട്ട് പ്രാക്ടീസിങ്, അവർ പ്രാക്ടീസ് ചെയ്യുകയല്ല. വിസിലിംഗ്, വിസിലിംഗ് പ്രാക്ടീസ് ചെയ്യുകയല്ല. ദേ ആർ സ്ക്രീമിംഗ്, എന്തെങ്കിലും അപകടമോ ഭയമോ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് സ്ക്രീമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ നോട്ട് പ്രാക്ടീസിങ് വിസിലിംഗ്, അവർ വിസിലിംഗ്, വിസിലടിക്കുക, വിസിൽ ഊതാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളുടെ വീട്ടിലെ പരിപാടിക്ക് നിങ്ങളുടെ അച്ഛൻ രാമുവിനെയും മനുവിനെയും ഉള്ളിയുടെ തൊലി കളയാൻ വേണ്ടി ഏൽപ്പിച്ചു. അച്ഛൻ പോയ ഉടനെ അവർ കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ രാമുവും മനുവും ഉള്ളിയുടെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവർ കളിക്കാൻ വേണ്ടി പോയി എന്നെങ്ങനെ പറയും? ഇവിടെ രാമു ആൻഡ് മനു രണ്ടുപേരാണ്. രണ്ടോ അതിലധികമോ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പ്ലൂരൽ എന്നാണ് പറയുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്ലൂരൽ വന്നാൽ ഏത് ഫോമാ ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ പഠിച്ചു. രാമു ആൻഡ് മനു ആർ നോട്ട് പീലിംഗ്. ഇവിടെ തൊലി കളയുക എന്നതിന്റെ ഇംഗ്ലീഷ് പീൽ എന്നാണ്. പീലിംഗ്. രാമു ആൻഡ് മനു ആർ നോട്ട് പീലിംഗ്, അവർ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ദ ഒനിയൻസ്, ഒനിയൻസിന്റെ തൊലി അവർ കളഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളുടെ അച്ഛൻ കുറച്ചുപേരെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരും വെജിറ്റബിൾ കട്ട് ചെയ്യാതെ റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് ആ കുട്ടികൾ വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അവർ റീൽ ചെയ്യുകയാണ് എന്നെങ്ങനെ പറയും? ആൺകുട്ടികൾ, ബോയ്സ് എന്നത് പ്ലൂരൽ ആണ്. ദ ബോയ്സ് ആർ നോട്ട് ചോപ്പിംഗ്, എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്തിട്ട് പീസുകളാക്കുന്നത്, ചെറിയ കഷ്ണങ്ങൾ ആക്കുന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ചോപ്പ്. ഇവിടെ ചോപ്പിംഗ്. ദേ ആർ നോട്ട് ചോപ്പിംഗ്, അവർ കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയല്ല. വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയല്ല. ദേ ആർ മേക്കിംഗ്, അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എ റീൽ, അവർ ഒരു റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ വരുമ്പോൾ ആം നോട്ട്, പിന്നെ വേർബ് പ്ലസ് ing ആണ് വരിക എന്ന് നമ്മൾ പഠിച്ചു. യു വി ദേ പ്ലൂറൽ വരുമ്പോൾ ആർ നോട്ട്, ഇവിടെ വേർബ് പ്ലസ് ing ആണ് വരിക എന്ന് നമ്മൾ പഠിച്ചു. ഈ ഫോം ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ കൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഈസ് ആണ് വരിക. പിന്നെ വേർബ് വരും, ing വരും. ഹി ഈസ് പ്ലേയിങ്, അവൻ കളിച്ചു കൊണ്ടിരിക്കുന്നു. ഹി ഈസ് ഈറ്റിംഗ്, അവൻ തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നോട്ട് ചേർത്താലാണ് തിന്നുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയുക. ആമിൻ്റെ കൂടെ നോട്ട് ചേർത്തപ്പോൾ ആം നോട്ട്, ആറിൻ്റെ കൂടെ നോട്ട് ചേർത്തപ്പോൾ ആർ നോട്ട്. ഇവിടെയും നോട്ട് ആണ് ചേർക്കേണ്ടത്. ഈസ് നോട്ട്. ഈ പ്രൊനൗൺസ് വരുമ്പോൾ
ഈസ് നോട്ട് ആണ് വരുന്നത്. ഇവിടെ വേർബ് വരും പ്ലസ് ing. എക്സാം ഹാളിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടി എന്തോ പതിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ഒരു കുട്ടി പറഞ്ഞു അവൻ എന്തോ പതിയെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അവൻ പതിയെ സംസാരിക്കുകയല്ല, അവൻ പ്രാർത്ഥിക്കുകയാണ്. ഹി ഈസ് നോട്ട് വിസ്പറിംഗ്. വിസ്പർ എന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. വിസ്പർ എന്ന് പറഞ്ഞാൽ പതിയെ സംസാരിക്കുക എന്നാണ് അർത്ഥം. പണ്ട് കാലത്താണ് വിസ്പർ, നമ്മുടെ പാഡിന്, സ്ത്രീകൾ മെൻസസ് സമയത്ത് ഉപയോഗിക്കുന്ന പാഡിന് വിസ്പർ എന്ന്, അത് പതിയെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മെൻസസ് എന്ന് പറഞ്ഞത് എന്തോ ഒരു തെറ്റായ കാര്യമോ അത് പതിയെ സംസാരിക്കേണ്ട കാര്യവുമല്ല. ആ വിസ്പർ എന്ന വേർഡ് തന്നെ തെറ്റാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് പതിയെ സംസാരിക്കുന്നത്? അത് ഉറക്കെ എല്ലാവരും അവരുടെ സ്ത്രീകളുടെ ശരീരത്തിന്, എല്ലാ പെൺകുട്ടികളുടെ ശരീരത്തിനും സ്ത്രീകളുടെ ശരീരത്തിനും വരുന്ന ഒരു കാര്യമാണ്. അത് പതിയെ പറയേണ്ട കാര്യമല്ല, ഒരു നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട കാര്യമല്ല. പക്ഷെ വിസ്പർ എന്ന വാക്ക് അവിടെ വന്നത് പണ്ട് കാലത്തെ ചിന്താഗതി കൊണ്ടാണ് അവിടെ വിസ്പർ എന്ന വാക്ക് വന്നത്. വിസ്പർ എന്ന് പറഞ്ഞാൽ പതിയെ സംസാരിക്കുക. ഹി ഈസ് നോട്ട് വിസ്പറിങ്, അവർ പതിയെ സംസാരിക്കുകയല്ല. ഹി ഈസ് പ്രേയിങ്, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ദൂരെ നിന്നൊരു കുട്ടി പൂന്തോട്ടത്തിൽ മൂത്രം ഒഴിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ കൂട്ടുകാരനോട് പറഞ്ഞു നോക്കിയാട്ടെ അവനത് മൂത്രം ഒഴിക്കുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു അവൻ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചു കൊണ്ടിരിക്കുകയല്ല, അവൻ ഗാർഡൻ നനച്ചു കൊണ്ടിരിക്കുകയാണ്, ചെടികൾക്ക് വെള്ളം നനച്ചു കൊണ്ടിരിക്കുകയാണ്. മൂത്രം ഒഴിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് പി. ഐ നീഡ് ടു പി, എനിക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പോകണം, മൂത്രമൊഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി മുതൽ ഇംഗ്ലീഷിൽ പറയണം ഐ നീഡ് ടു പി. ഹി ഈസ് നോട്ട് പീയിങ്. പി ഡബിൾ ഇ എന്ന് പറഞ്ഞാൽ പി, മൂത്രമൊഴിക്കുക, പ്ലസ് ing, പീയിങ്. ഹി ഈസ് നോട്ട് പീയിങ്, അവൻ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുകയല്ല. ഹി ഈസ് വാട്ടറിങ്, വെള്ളം നനച്ചു കൊണ്ടിരിക്കുകയാണ്. വാട്ടർ ഒരേ സമയം നൗണുമാണ് വേർബുമാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നും അർത്ഥമുണ്ട്, വെള്ളം നനക്കുക എന്നും അർത്ഥമുണ്ട്. ഹി ഈസ് വാട്ടറിങ്, അവൻ വെള്ളം നനച്ചു കൊണ്ടിരിക്കുകയാണ്. ദ ഗാർഡന് വെള്ളം നനച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് പീയിങ്, അവൻ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ വിക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളും തിരിച്ച് വിക്കുള്ളത് പോലെ സംസാരിച്ചു. അപ്പോൾ അയാൾ കളിയാക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പിന്നീട് തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ പറയുകയാണ് അവൻ നിന്നെ ഫൂളാക്കിക്കൊണ്ടിരിക്കുകയല്ല, അവൻ ഒറിജിനലായിട്ട്, അവൻ യഥാർത്ഥത്തിൽ അവനും അവൻ നിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയും? ഹി ഈസ് നോട്ട് മേക്കിംഗ്, അവൻ ആക്കിക്കൊണ്ടിരിക്കുകയല്ല. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ആക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഹി ഈസ് നോട്ട് മേക്കിംഗ്, അവൻ ആക്കിക്കൊണ്ടിരിക്കുകയല്ല. എ ഫൂൾ ഓഫ് യു, നിന്നെ ഒരു ഫൂൾ ആക്കിക്കൊണ്ടിരിക്കുകയല്ല. ഹി ഈസ് ഓൾസോ എ സ്റ്റാമറർ. ഹി ഈസ് ഓൾസോ, അവനും കൂടി. ഓൾസോ എന്ന് പറഞ്ഞാൽ കൂടി എന്നൊരർത്ഥം. ഹി ഈസ് ഓൾസോ, അവനും എ സ്റ്റാമറർ. സ്റ്റാമറർ എന്ന് പറഞ്ഞാൽ വിക്കുള്ള ഒരു മനുഷ്യൻ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ഡ്രൈവർ എന്ന് പറയില്ലേ, പെയിന്റ് ചെയ്യുന്ന ഒരാളെ പെയിന്റർ എന്ന് പറയും. അതേപോലെ തന്നെ സ്റ്റാമർ എന്നാണ് ആ വാക്ക് വിക്കി പറയുക. അതിൻ്റെ കൂടെ ER ചേർത്തിട്ട് സ്റ്റാമറർ. അവർ വിക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, അവനും കൂടി വിക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹി ഈസ് നോട്ട് മേക്കിംഗ് എ ഫൂൾ ഓഫ് യു, നിന്നെ അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ല. ഒരു പെൺകുട്ടി ബക്കറ്റുമായിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പണം പിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരനോട് പറഞ്ഞു ആ ഒരു പെൺകുട്ടി തെണ്ടി നടക്കുന്നത് നോക്കിയാട്ടെ, മറ്റുള്ള വീടുകളിൽ പോയിട്ട് പൈസ തെണ്ടി നടക്കുന്നത് നോക്കിയാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു അവൾ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയല്ല, അവൾ ഒരു ഓർഫണേജിലേക്ക് പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് നോട്ട് ബെഗിങ്. ബെഗ് എന്ന് പറഞ്ഞാൽ യാചിക്കുക, ബെഗർ, യാചകനെ നമ്മൾ ബെഗർ എന്ന് പറയും. ഷീ ഈസ് നോട്ട് ബെഗിങ്, അവൾ യാചിച്ചു കൊണ്ടിരിക്കുകയല്ല, ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയല്ല. ഷീ ഈസ് കളക്ടിങ് മണി, അവൾ പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എ ഓർഫണേജ്, ഒരു ഓർഫണേജിലേക്ക്. ഇവിടെ ആൻ വന്നത്, ഇവിടെ ഓ ആയതുകൊണ്ടാണ് ഇവിടെ ആൻ വന്നത്. ആൻ ഓർഫണേജ്, അവളൊരു അനാഥാലയത്തിലേക്ക് പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് നോട്ട് ബെഗിങ്, അവൾ യാചിച്ചു കൊണ്ടിരിക്കുകയല്ല. നിങ്ങളുടെ അനിയത്തി വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു വീട്ടിനടുത്ത് ഒരു വലിയ അപകടം നടന്നിട്ട്, വാഹനാപകടം നടന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് കരുതി നിങ്ങൾ വെറുതെ ചിരിച്ചു. അപ്പോഴാണ് പിന്നാലെ അച്ഛനും വന്നിട്ട് പറയുന്നത് അവൾ തമാശ പറഞ്ഞു കൊണ്ടിരിക്കുകയല്ല, അവൾ പറഞ്ഞത് സീരിയസ് ആണ്. ഷീ ഈസ് നോട്ട് ജോക്കിംഗ്. ജോക്ക് എന്ന് പറഞ്ഞാൽ തമാശ പറയുക. ഷീ ഈസ് നോട്ട് ജോക്കിംഗ്, അവൾ തമാശ പറഞ്ഞു കൊണ്ടിരിക്കുകയല്ല. ഇറ്റ് ഈസ് സീരിയസ്, ഇത് സീരിയസ് ആണ്, അപകടം നടന്നിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്, അവൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിറകെ ഇരുന്ന ഒരു സ്ത്രീ നിങ്ങളെ ടച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി.
അപ്പോൾ 2-3 പ്രാവശ്യം ടച്ച് ചെയ്യുന്നത് പോലെ തോന്നിയപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്ന നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞു, പിറകിലിരിക്കുന്ന സ്ത്രീ എന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു, ആ സ്ത്രീ നിന്നെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ആ സ്ത്രീയുടെ മടിയിലിരിക്കുന്ന കുട്ടിയാണ് നിന്നെ ടച്ച് ചെയ്യുന്നത്. ഷീ ഈസ് നോട്ട് ടച്ചിങ്, അവൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ദ ബേബി ഇൻ ഹെർ ലാപ്പ്, ലാപ്പ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട്. ദ ബേബി ഒരു കുഞ്ഞ്, ഇൻ ഹെർ, ഹെർ മീൻസ് അവളുടെ ലാപ്പ്, അവളുടെ മടിത്തട്ടിലുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞാണ് ടച്ച് ചെയ്യുന്നത്, അവൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളുടെ കാലിനൊരു മുറിവ് പറ്റിയപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ആ മുറിവ് രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ല, അതുകൊണ്ട് ഇത് ചെറിയ മുറിവാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട. ആ മുറിവ് രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയും? ഇറ്റ് ഈസ് നോട്ട് ബ്ലീഡിങ്, ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നതിനാണ് ബ്ലീഡിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് നോട്ട് ബ്ലീഡിങ്, ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്മോൾ വൂണ്ട്. ജസ്റ്റ് ഹിയർ ഓൺലി എന്നാണ് മീനിങ്. ജസ്റ്റ് എ സ്മോൾ വൂണ്ട്, വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ്, ഇതൊരു ചെറിയ മുറിവാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്മോൾ വൂണ്ട്. നിങ്ങളും അമ്മയും കൂടി എവിടേക്കെങ്കിലും പോകാൻ തയ്യാറാകുന്ന സമയത്താണ് നല്ല കാർമേഘം കണ്ടത്. അമ്മ പറഞ്ഞു മഴ പെയ്യുന്നുണ്ട്, ഇനി ഏതായാലും നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല, കാർമേഘം മാത്രമേ ഉള്ളൂ. മേഘങ്ങൾക്കാണ് ക്ലൗഡ് എന്ന് പറഞ്ഞത്. ക്ലൗഡി എന്ന് പറഞ്ഞാൽ കാർമേഘം മൂടിയ, മഴ പെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ക്ലൗഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല. ഇറ്റ് ഈസ് ഓൺലി ക്ലൗഡി, കാർമേഘം മാത്രമാണ് ഉള്ളത്. നിങ്ങളുടെ അമ്മ രാമുവിനെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പിന്നീട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ രാമു കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയുകയാണ് രാമു കോഴികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയല്ല, അവൻ കളിക്കാൻ വേണ്ടി പോയി. രാമു എന്നത് ഒരാളാണ്, ഒരാൾക്ക് സിംഗുലർ എന്നാണ് പറയുന്നത് നമ്മൾ പഠിച്ചു. സിംഗുലർ വന്നാൽ ഈസ് നോട്ടാണ് വരുന്നത്. രാമു ഈസ് നോട്ട് ഫീഡിങ്. ഫീഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നാണ് അർത്ഥം. നമ്മൾ വയനാട് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഡു നോട്ട് ഫീഡ് ആനിമൽസിന് തീറ്റ കൊടുക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആനിമൽസ് പിന്നെയും മനുഷ്യന്മാരെ ആക്രമിക്കാൻ വേണ്ടി, തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ പിറകെ വന്ന് നിങ്ങൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പിറകെ വരുന്ന വാഹനക്കാരെയും അവർ ആക്രമിക്കും തീറ്റയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫീഡ് എന്ന് പറഞ്ഞാൽ തീറ്റ കൊടുക്കുക. രാമു ഈസ് നോട്ട് ഫീഡിങ്, അവൻ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. ദ ചിക്കൻസ്, ഇവിടെ എല്ലാ കോഴികളെയും നമ്മൾ ചിക്കൻസ് എന്നാണ് പറയുന്നത്. പൂവൻ കോഴിയാണെങ്കിൽ റൂസ്റ്റർ എന്ന് പറയും, പിടക്കോഴിയാണെങ്കിൽ ഹെൻ എന്ന് പറയും. പ്ലേയിങ് ദേർ എന്ന് പറഞ്ഞാൽ അവിടെ. ഹി ഈസ് പ്ലേയിങ്, അവൻ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേർ, അവിടെ നിന്ന് അവൻ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. രാമു ഈസ് നോട്ട് ഫീഡിങ്, അവൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. ദ ചിക്കൻസ്, കോഴികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഐ വരുമ്പോൾ ആം നോട്ട്, പിന്നെ വേർബ് വരും പ്ലസ് ing. യു വി ദേ പ്ലൂറൽ ആണെങ്കിൽ ആർ നോട്ട് വരും, പിന്നെ വേർബ് വരും ing. ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ ഈസ് നോട്ടാണ് വരുന്നത്, പിന്നെ വേർബ് വരും പ്ലസ് ing. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു മാംഗോ ജ്യൂസ് കുടിക്കുന്ന ലാഘവത്തോടെയാണ് ക്ലാസ് എടുക്കുന്നത്. അത്രക്കും സിമ്പിളായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ട്, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. വാട്സപ്പിലൂടെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായും അത് ഉറപ്പായും ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിരിക്കും, അത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം, വാട്സപ്പിലൂടെ ചോദിക്കാം. നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങളുടെ ഉള്ളൻ കയ്യിലാക്കാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടെ നിൽക്കുക. നമ്മുടെ ഇംഗ്ലീഷിനെ പച്ചവെള്ളം പോലെ ആക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ട് സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.